നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. റോഡിൽ അമ്പ് പ്രദക്ഷിണത്തിനിടെ പൊട്ടിച്ച പടക്കം തെറിച്ചു വീണ് ബൈക്കിന് തീപിടിച്ച് യുവാവിന് പൊള്ളലേറ്റു. ചാലക്കുടി പരിയാരം സ്വദേശി ശ്രീകാന്തിനാണ് പൊള്ളലേറ്റത്. എടവിലങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നിയമനത്തെ ചൊല്ലി പൊട്ടിത്തെറി. സേവ് കോൺഗ്രസ് എന്ന പേരിൽ സമാന്തര പ്രവർത്തനവുമായി ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്ത്. ഇന്ന് മാളയുടെ പ്രിയപ്പെട്ട കലാകാരൻ മാള അരവിന്ദന്റെ സ്മരണ ദിനം. മാള അരവിന്ദൻ ഓർമ്മയായിട്ട് 9 വർഷങ്ങൾ പിന്നിടുമ്പോഴും മാള അരവിന്ദന് ഒരു സ്മാരകം വേണമെന്ന ആവശ്യം ഇനിയും നടപ്പായില്ല. വാർത്തകൾ വിശദമായി. റോഡിൽ അമ്പ് പ്രദക്ഷിണത്തിനിടെ പൊട്ടിച്ച പടക്കം തെറിച്ചു വീണ് ബൈക്കിന് തീപിടിച്ച് യുവാവിന് പൊള്ളലേറ്റു. ചാലക്കുടി പരിയാരം സ്വദേശി ശ്രീകാന്തിനാണ് പൊള്ളലേറ്റത്. വഴിയിലൂടെ ബൈക്കിൽ വരുന്നതിനിടെ ഓലപ്പടക്കം ബൈക്കിലേക്ക് വീണ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ബൈക്കിന്റെ പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് കാരണമായത്. ചാലക്കുടി പരിയാരം അങ്ങാടി കപ്പേളയ്ക്ക് സമീപത്ത് വൈകിട്ട് 5:45ഓടെയാണ് അപകടമുണ്ടായത്. പരിയാരം സെന്റ് ജോർജ് പള്ളിയോടനുബന്ധിച്ച അമ്പു തിരുനാൾ ആഘോഷത്തിനിടെയാണ് സംഭവം. അമ്പ് കടന്നു വരുന്ന വഴിയുടെ അടുത്തുള്ള കടയിൽ നിന്ന് കോഴിയിറച്ചി വാങ്ങാനെത്തിയതായിരുന്നു ശ്രീകാന്ത്. ചിക്കൻ ഓർഡർ ചെയ്ത് ബൈക്കിൽ കാത്തിരിക്കുകയായിരുന്നു. അതിനിടെയാണ് കത്തിച്ച പടക്കം തെറിച്ച് ബൈക്കിൽ വീണ് തീപിടിച്ചത്. തീപിടുത്തത്തിൽ ബൈക്കിൻ്റെ പെട്രോൾ ടാങ്ക് കത്തി നശിച്ചു. ശ്രീകാന്തിന് ഗുരുതരമായി പൊള്ളലേറ്റു. സമീപത്തെ കടയിലേക്കും തീ പടർന്നെങ്കിലും വേഗത്തിൽ അണച്ചു. പരിക്കേറ്റ ശ്രീകാന്തിനെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചാലക്കുടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. എടവിലങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നിയമനത്തെ ചൊല്ലി പൊട്ടിത്തെറി. സേവ് കോൺഗ്രസ് എന്ന പേരിൽ സമാന്തര പ്രവർത്തനവുമായി ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്ത്. എടവിലങ്ങ് കാര വ്യാപാര ഭവനിൽ ചേർന്ന സമാന്തര യോഗം പാർട്ടിയുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും സമാന്തര പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനും തീരുമാനിച്ചു. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി എടവിലങ്ങിൽ മാസങ്ങളായി തർക്കം നിലനിന്നിരുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TM ഷാഫിയെ പ്രസിഡന്റാക്കണമെന്നായിരുന്നു ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം. KC വേണുഗോപാൽ ഗ്രൂപ്പിൻ്റെ പിന്തുണയും ഷാഫിക്കുണ്ട്. എന്നാൽ AI ഗ്രൂപ്പുകൾ ഇതിനെതിരായിരുന്നു. ഈ നിലപാടിൻ്റെ ഭാഗമായി കാലങ്ങളായി A ഗ്രൂപ്പിൻ്റെ പക്കലുണ്ടായിരുന്ന മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം I ഗ്രൂപ്പിന് വിട്ടു നൽകുകയാണ് EK സജീവനെ മണ്ഡലം പ്രസിഡന്റായി നിയമിച്ചത്. തർക്കത്തെ തുടർന്ന് നീട്ടിവെച്ചിരുന്ന പുതിയ മണ്ഡലം പ്രസിഡന്റിനെ പ്രഖ്യാപിക്കൽ ഇക്കഴിഞ്ഞ ദിവസമാണ് നടന്നത്. ഇതോടെ മറുവിഭാഗം പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. എടവിലങ്ങുകാര വ്യാപാര ഭവനിൽ ചേർന്ന സമാന്തര യോഗം പാർട്ടിയുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും സമാന്തര പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനും തീരുമാനിച്ചു. സേവ് കോൺഗ്രസിൻ്റെ ചെയർമാനായി MG അനിൽകുമാറിനെയും കൺവീനറായി ബഷീർ കൊല്ലത്ത് വീട്ടിലിനെയും ട്രഷററായി നാസർ വലിയാറയെയും തെരഞ്ഞെടുത്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റഷീദ് പോനാക്കുഴി യോഗം ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റ് MG അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് എക്സിക്യൂട്ടീവ് അംഗം ബഷീർ കൊല്ലത്ത് വീട്ടിൽ, സംസ്കാര സാഹിത്യ മണ്ഡലം പ്രസിഡന്റ് റഷീദ് പടിയത്ത്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TM ഷാഫി, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VM ബൈജു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KR റമീസ്, KSSPA ജില്ലാ കമ്മിറ്റി അംഗം മോഹൻ പോണത്ത്, മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KK അമ്മുകുഞ്ഞി, മഹിളാ കോൺഗ്രസ് നേതാവ് ഷഹദാബി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗം നിബീഷ് കാരേക്കാട്ട്, പ്രവാസി കോൺഗ്രസ് നേതാവ് നാസർ വലിയാറ, ഓട്ടോ തൊഴിലാളി യൂണിയൻ INTUC എടവിലങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് പുല്ലാനി, ബൂത്ത് പ്രസിഡന്റുമാരായ ജാലിബ കരീം, CI ലത്തീഫ്, മീഡിയ സെൽ വിഭാഗം കൺവീനർ KK അഷ്റഫ്, മുഹമ്മദ് അയ്യാരിൽ തുടങ്ങിയവർ സംസാരിച്ചു. നിയുക്ത യൂത്ത് കോൺഗ്രസ് എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് ജാബിർ ജലീലിന് യോഗത്തിൽ സ്വീകരണം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ഭരണകൂടം BJP വിരുദ്ധ സംസ്ഥാന സർക്കാരുകളെ തകർക്കാൻ ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തുകയാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. തങ്ങൾക്കെതിരായ രാഷ്ട്രീയ പാർട്ടികളുടെ ജനപ്രതിനിധികളെ പണം കൊടുത്ത് വിലക്കെടുക്കാനും സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താനും കള്ളക്കേസുകൾ എടുക്കാനും നിരന്തരമായ ഗൂഢശ്രമങ്ങൾ നടത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന് ഭരണഘടനാപരമായി ലഭിക്കേണ്ട സാമ്പത്തിക വിഹിതം നൽകാതെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്രത്തിനെതിരെ ഒരക്ഷരം ഉരിയാടാതെ കോൺഗ്രസും UDFും BJPയെ സഹായിക്കുന്ന ജനവിരുദ്ധ നിലപാട് സ്വീകരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. സർദാർ ഗോപാലകൃഷ്ണന്റെ 73ാം രക്തസാക്ഷി വാർഷിക ദിനാചരണം SN പുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CN സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജയ്ക്ക് C തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ET ടൈസൺ MLA, PK ചന്ദ്രശേഖരൻ, TK സുധീഷ്, KV രാജേഷ്, KR ജൈത്രൻ, TP രഘുനാഥ് എന്നിവർ പ്രസംഗിച്ചു. വാളൂർ നായർ സമാജം സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനവും വാർഷികവും ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. സ്കൂളിൻ്റെ 96 വർഷം കഴിഞ്ഞു. പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തു. 96 വർഷം പാരമ്പര്യമുള്ള സ്കൂളിൽ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തി പറയാനുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം സ്മരിക്കേണ്ടത്, സ്തുതിക്കേണ്ടത്, ഓർക്കേണ്ടത് ഈ സ്കൂളിൻ്റെ തുടക്കക്കാരാണ്. 4ാമത്തെ തലമുറയാണ് ബഹുമാനത്തിൽ പോയിട്ട് 4 തലമുറയ്ക്ക് മുമ്പ് 96 വർഷം മുമ്പ് ഈ ഒരു പ്രദേശത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ തീരുമാനമെടുത്ത നമ്മുടെ മുൻഗാമികളുടെ പൂർവികരുടെ ദീർഘവീക്ഷണത്തെയാണ് നമ്മൾ ആദ്യം സ്മരിക്കേണ്ടത്, ശ്രമിക്കുന്നത്. അന്ന് ഈ നാട് ഇത്രമാത്രം പോലും വികസിച്ചിട്ടില്ല. അപ്പോൾ ഒരു കുഗ്രാമമായിരുന്ന ഈ പ്രദേശത്തിന് അനിവാര്യമായ ഒരു സ്ഥാപനം, ഒരു വിദ്യാഭ്യാസമാണ് എന്ന തിരിച്ചറിവ് 4 തലമുറയ്ക്ക് മുമ്പ് പ്രകടമാണ്. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് വിഷൻ 28 പ്രകാശനം നിർവഹിച്ചു. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് D ശങ്കരൻകുട്ടി, KB രാജനന്ദ്, ചാരുഗോപാൽ അത്തേക്കാട്ടിൽ, ലീല സുബ്രഹ്മണ്യൻ, ബീന രവീന്ദ്രൻ, ശശി ചംക്രമത്ത്, ദിബു N മംഗലം തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് മാളയുടെ പ്രിയപ്പെട്ട കലാകാരൻ മാള അരവിന്ദന്റെ സ്മരണ ദിനം. മാള അരവിന്ദൻ ഓർമ്മയായിട്ട് 9 വർഷങ്ങൾ പിന്നിടുമ്പോഴും മാള അരവിന്ദന് ഒരു സ്മാരകം വേണമെന്ന മാള അരവിന്ദൻ ഫൗണ്ടേഷൻ ആവശ്യം ഇനിയും നടപ്പായിട്ടില്ല. ഈ വർഷവും സ്മാരക നിർമ്മാണം ആവശ്യപ്പെട്ട് ഫൗണ്ടേഷൻ ഭാരവാഹികൾ നിവേദനം നൽകിയിട്ടുണ്ട്. പതിവ് തെറ്റിച്ചില്ല. ഈ വർഷവും അന്തരിച്ച പ്രശസ്ത നടൻ മാള അരവിന്ദന് സ്മാരകം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് മാള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത് വീണ്ടും നിവേദനം നൽകി. സ്മാരകം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായെങ്കിലും അദ്ദേഹത്തിൻ്റെ 9ാം ചരമവാർഷികത്തിലും സ്മാരക പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങിയതിനാലാണ് വീണ്ടും നിവേദനം നൽകിയത്. പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം കൊണ്ട് മാത്രം നടപ്പിലാക്കാവുന്ന മാള ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് മാള അരവിന്ദൻ്റെ പേര് നൽകണമെന്നും അതിനാവശ്യമായ പണം മാള അരവിന്ദൻ ഫൗണ്ടേഷൻ വഹിക്കാമെന്ന് കാണിച്ചുകൊണ്ടുള്ള നിവേദനം വീണ്ടും നൽകിയിരിക്കുന്നത്. കൂടാതെ അരവിന്ദൻ്റെ പേരിൽ നാടകോത്സവം നടത്താമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. വലിയ പറമ്പിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് നിർദ്ദേശം നടന്നെങ്കിലും തുടർ പ്രവർത്തനം ഉണ്ടായില്ല. ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ട മുസിരീസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാളക്കടവിൽ മാള അരവിന്ദന് ഉചിതമായി നിർമ്മിക്കണമെന്ന നിർദ്ദേശത്തിനും നടപടിയായിട്ടില്ല. 2018 അദ്ദേഹത്തിൻ്റെ പേരിൽ നാടകോത്സവം മാള ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചിരുന്നു. സ്മാരകത്തിനായി സ്ഥലം കണ്ടെത്താൻ കഴിയാത്തതാണ് വലിയ തടസ്സമായി അധികൃതർ പറയുന്നത്. എന്നാൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് അടുത്ത മാസം മാള അരവിന്ദനെ സ്മരിച്ചുകൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. മുമ്പ് നൽകിയ നിവേദനങ്ങൾക്ക് പഞ്ചായത്ത് ഒരു മറുപടി പോലും നൽകിയില്ലെന്നും ഷാൻഡി ജോസഫ് പറയുന്നു. ഈ വർഷവും മാള ഗ്രാമപഞ്ചായത്തിൽ ഒരു നിവേദനം നൽകിയിട്ടുണ്ട്.
മാള ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള മാള ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് നൽകണം. ആ പേര് എഴുതുന്ന ചെലവുമെല്ലാം, ബോർഡ് വയ്ക്കുന്ന ചെലവെല്ലാം ഫൗണ്ടേഷൻ വഹിച്ചോളാം. പഞ്ചായത്തിന് യാതൊരു ബാധ്യതയും ഉണ്ടാകുന്നില്ല. ഒരു തീരുമാനം മാത്രം എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ തവണ നിവേദനം നൽകിയിരിക്കുന്നത്. മീഡിയ ടൈം മാള. മാള സെന്റ് സ്റ്റെനിസ്ലാവോസ് ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിവാഹ തിരുനാളും സെബസ്റ്റ്യാനോസിന്റെ അമ്പു തിരുനാളും ആഘോഷിച്ചു. തിരുനാൾ ദിനമായ ഇന്ന് രാവിലെ നടന്ന കുർബാനയ്ക്ക് ഫാദർ ഷാജി തെക്കേക്കര കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസ് കേളംപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ടോടെ തിരുനാൾ പ്രദക്ഷിണം നടക്കും. നാളെയാണ് ടൗണമ്പ്. പൂപ്പത്തി യോഗക്ഷേമ ഉപസഭാ മന്ദിരത്തിന്റെ ഉദ്ഘാടനം യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാട് നിർവഹിച്ചു. നമുക്ക് ഓരോ ഇല്ലങ്ങളുണ്ട്. നമുക്ക് എല്ലാവരും കൂടി ചേർന്നുള്ള ഇല്ലമായിട്ട് ഇതിനെ കാണണം എന്ന് സുദൈവ കുടുംബമൊക്കെ എല്ലാവരും പറയാം. പത്തരത്തിൽ ഇന്നലെ ഞങ്ങൾ കണ്ണൂർ മാസത്തിൽ ഇന്നലെ ഈ രാഘവൻ ഈ ഒരു ബ്രാഹ്മണൻ എന്നുള്ള അഭിമാനത്തിൽ തന്നെ. കാരണം പ്രകൃതി കാലാവസ്ഥ അപ്പൊ അത്തരം പ്രവർത്തനങ്ങളുമായി ഭൗതിക ശ്രേണിയിൽ നമുക്ക് ഉയർന്നതുണ്ട്. അതോടൊപ്പം തന്നെ ആനുകാലികമായിട്ട് നമ്മൾ വളർന്ന് പടർന്ന് വന്നിരിക്കുന്ന കാലമാണ് സൂചിപ്പിക്കുന്നത്. ഭൗതികമായിട്ട് തന്നെ പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് മുഖ്യാതിഥിയായിരുന്നു. ഉപസഭാ പ്രസിഡന്റ് KN വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KD ദാമോദരൻ, മുൻ സംസ്ഥാന പ്രസിഡന്റ് TRV നമ്പൂതിരിപ്പാട്, യോഗക്ഷേമ സഭ മധ്യമേഖല പ്രസിഡന്റ് TN മുരളീധരൻ, ഹരി പഴങ്ങാപ്പറമ്പ്, കാവനാട് കൃഷ്ണൻ, പാർവതിക്കുട്ടി, മഴമംഗലം രമേശൻ നമ്പൂതിരി എന്നിവർ പ്രസംഗിച്ചു. ഫാദർ റോക്കി റോബി കളത്തിലിനെ കോട്ടപ്പുറം രൂപതയുടെ വികാരി ജനറലായി ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ നിയമിച്ചു. മുളങ്കുന്നത്തുകാവ് സാജൻ ജോസ് ഭവൻ ഡയറക്ടർ, രൂപത PRO, രൂപത ആലോചന സമിതി അംഗം, തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളി വികാർ കോപ്പറേറ്റർ, കേരള ലാറ്റിൻ കാത്തലിക് ഫിസിറ്ററി അസോസിയേഷൻ ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഫെബ്രുവരി 9 ചുമതലയേൽക്കും. ഡോക്ടർ ആന്റണി കുരിശിങ്കൽ പള്ളിപ്പുറം മഞ്ഞുമാത ബസിലിക്ക വികാരിയായും റെക്ടറായും ചുമതലയേൽക്കുന്ന ഒഴിവിലാണ് നിയമനം. കൊടുങ്ങല്ലൂർ DYSP ഓഫീസിന്റെ ISO സർട്ടിഫിക്കറ്റ് പ്രഖ്യാപനവും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനവും നടന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. DYSP സലീഷ് N ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. ISO ലീഡ് ഓഡിറ്റർ ലിബിൻ ബേബി വിഷയാവതരണം നടത്തി. സർക്കിൾ ഇൻസ്പെക്ടർ ER ബൈജു, TK ഷൈജു എന്നിവർ സംസാരിച്ചു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ പ്രദീപ് മേനോന് യാത്രയയപ്പ്. കഴിഞ്ഞ 6 വർഷക്കാലമായി പ്രദീപ് മേനോൻ ദേവസ്വം ചെയർമാനായി പ്രവർത്തിക്കുകയാണ്. ദേവസ്വത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് പങ്കുവഹിച്ച പ്രദീപ് മേനോന് JCIയുടെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട പൗരാവലിയെ സംഘടിപ്പിച്ചുകൊണ്ട് യാത്രയയപ്പ് സമ്മേളനം നടത്തി. ദേവസ്വം ഓഫീസ് അങ്കണത്തിൽ വെച്ച് ചേർന്ന സമ്മേളനത്തിൽ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, ഇമാം RDO, നഗരസഭാ ചെയർപേഴ്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. റോഡിൽ അമ്പ് പ്രദക്ഷിണത്തിനിടെ പൊട്ടിച്ച പടക്കം തെറിച്ചു വീണ് ബൈക്കിന് തീപിടിച്ച് യുവാവിന് പൊള്ളലേറ്റു. ചാലക്കുടി പരിയാരം സ്വദേശി ശ്രീകാന്തിനാണ് പൊള്ളലേറ്റത്. എടവിലങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നിയമനത്തെ ചൊല്ലി പൊട്ടിത്തെറി. സേവ് കോൺഗ്രസ് എന്ന പേരിൽ സമാന്തര പ്രവർത്തനവുമായി ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്ത്. ഇന്ന് മാളയുടെ പ്രിയപ്പെട്ട കലാകാരൻ മാള അരവിന്ദന്റെ സ്മരണ ദിനം. മാള അരവിന്ദൻ ഓർമ്മയായിട്ട് 9 വർഷങ്ങൾ പിന്നിടുമ്പോഴും
മാള അരവിന്ദന് ഒരു സ്മാരകം വേണമെന്ന ആവശ്യം ഇനിയും നടപ്പായില്ല. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.